നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിചിന്തനം 6 പോയിന്റുകളായി ക്രമീകരിക്കുകയാണ്. ആമുഖം: മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്, അതായത് മൃത്യോമ അമൃതം ഗമയ എന്നാണ് നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ചത്. നിത്യജീവിതത്തിനായാണ് അവർ പ്രാർത്ഥിച്ചത്. ഇന്നത്തെ ഹൈടെക് ആശുപത്രികൾക്കും ശാസ്ത്രങ്ങൾക്കും മരണത്തെ അല്പമൊന്ന് നീട്ടിവെക്കാൻ കഴിയും. എന്നാൽ മരണത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. മരണത്തിനും അപ്പുറം പോകുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നു. അവൻ്റെ കൂടെ പോകാൻ ആയിരിക്കാനാണത്. അതിനുവേണ്ടി അവൻ ഒരുക്കുന്ന വിശിഷ്ട ഭോജനമാണ് അവൻ തന്നെ അപ്പമായി മാറ്റി നമുക്ക് നൽകുന്നത്. ഈ തിരുനാളിൻ്റെ ചരിത്രം: ബെൽജിയംകാരിയായ അഗസ്തീനിയൻ സന്യാസിനി വാഴ്ത്തപ്പെട്ട ജൂലിയാനയാണ് ഈ തിരുനാൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. 16 വയസ്സുള്ളപ്പോൾ ഈശോ പലപ്പോഴും അവൾക്ക് കാണപ്പെടുകയുണ്ടായി. അവളോട് യേശു ഈ തിരുനാളിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. 3 കാരണങ്ങൾ യേശു പറഞ്ഞു. 1. പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. 2. സത്യമറിയാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ഈ രഹസ്യം ശരിയായി പഠിപ്പിക്കണം. ജീവൻ്റെ ഉറവയിൽ നിന്ന് അവർ പാനം ചെയ്ത് ശക്തി പ്രാപിക്കണം എന്ന് യേശു ആഗ്രഹിക്കുന്നു. 3. പരിശുദ്ധ കുർബാനയോട് പ്രകാശിപ്പിക്കുന്ന അപമാനങ്ങൾക്കും നിന്ദനങ്ങൾക്കും പരിഹാരം ചെയ്യാൻ ആത്മാർത്ഥമായും അഗാധമായും ഈ കൂദാശയെ ആരാധിക്കണം. ബെൽജിയത്തിലെ ലീജ് രൂപതയിലെ ആർച്ച് ഡീക്കൻ ജാക്ക് പന്തലായോ ഊർബൻ 4 പാപ്പയായപ്പോൾ 1244 ഈ തിരുനാൾ ആദ്യം ലീജിലും 1246 സാർവത്രിക സഭയിലും ആഘോഷിക്കുവാൻ തുടങ്ങി. 2. മന്നയും പരിശുദ്ധ കുർബാനയും. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ സീൻ മരുഭൂമിയിൽ വെച്ച് സ്വീകരിച്ച ഭക്ഷണ പദാർത്ഥമാണ് മന്ന. ഇത് മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞുപോലെ വെളുത്തുരുണ്ട് ലോലമായി കിടന്ന ഒരു പദാർത്ഥമായിരുന്നു. ഈ വസ്തുവിനെ കണ്ടപ്പോൾ ഇതെന്താണെന്ന് ഇസ്രായേൽക്കാർ പരസ്പരം ചോദിച്ചു. ഇതെന്താണ് എന്നർത്ഥമുള്ള മാൻഹു എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് മന്ന എന്ന പേരുണ്ടായത്. സൂര്യപ്രകാശത്തിൽ ഇത് ഉരുകിപ്പോയിരുന്നു. പുറപ്പാട് പുസ്തകം 16 അധ്യായം 12 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. ഇതെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്: ഞാൻ ജീവൻ്റെ അപ്പമാണ്, നിങ്ങൾക്കായി സ്നേഹതാപമേറ്റ് ഉരുകുന്ന അപ്പം, നിത്യജീവൻ നൽകുന്ന അപ്പം, ജീവനിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന അപ്പം, മുറിക്കപ്പെടുന്ന അപ്പം, വഴിയാത്രയിൽ തളരാതിരിക്കാനുള്ള യാത്രാ ഭക്ഷണം എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3. എന്താണ് നിത്യജീവിതം? നിത്യവും ജീവിക്കുന്നതാണ് നിത്യജീവിതം. അനുദിനം അനുനിമിഷം നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ സ്വായത്തമാക്കാനുള്ള സന്നദ്ധതയാണത്. കാരണം ഇവയാണ് സുവിശേഷ മൂല്യങ്ങൾ. ഇവ സ്വന്തമാക്കുമ്പോൾ തിന്മയിൽ നിന്നുള്ള മോചനം സാധ്യമാകും. ഈ ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവവുമായുള്ള ജീവിതമാണ് നിത്യജീവിതം. യേശു പറഞ്ഞു, പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഞാനൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. യോഹന്നാൻ 14:2-3 വരെയുള്ള വചനങ്ങൾ.
ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് കപ്പലോടിക്കുന്ന കപ്പിത്താന് യാത്ര തുടങ്ങുന്നത് മുതൽ ലക്ഷ്യം എത്തിച്ചേരേണ്ട തുറമുഖമാണ്. അതെപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകും. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളും നിത്യജീവനെപ്പറ്റി ചിന്തിക്കുന്ന വ്യക്തികളായി മാറണം. അരൂപി രക്ഷയുടെ ഈ ദിവസത്തേക്കായി നമ്മെ എല്ലാവരെയും മുദ്ര വച്ചിരിക്കുന്നു. 4. നിത്യജീവന് ഈ അപ്പം ഭക്ഷിക്കണമോ? അപ്പം എന്നതിന് സത്യമെന്നും ഭക്ഷിക്കുക എന്നതിന് സത്യത്തെ സ്വീകരിക്കുക എന്നും ധ്വനിയുണ്ട്. അപ്പോൾ ജീവൻ്റെ അപ്പം എന്ന് പറയുമ്പോൾ മരണത്തെ ജയിച്ച യേശുവിൻ്റെ വെളിപാടുകൾ സ്വീകരിക്കുക എന്നർത്ഥം. പഴയ നിയമത്തിൽ അപ്പത്തെയും പാനീയത്തെയും പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: അവിവേകം വെടിഞ്ഞ് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരുവാനുള്ള ഒരു വിളിയാണ് നമുക്ക് നൽകുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 5-6 വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: വരൂ, എൻ്റെ അപ്പം ഭക്ഷിക്കൂ, ഞാൻ ഒരുക്കിയ വീഞ്ഞു കുടിക്കൂ, അവിവേകം വെടിഞ്ഞു ജീവിക്കൂ, ഉൾക്കാഴ്ചയുടെ മാർഗത്തിൽ വ്യാപരിക്കൂ എന്നാണ്. അതിനാൽ യേശുവിനെ ശ്രവിക്കുന്ന യഹൂദർക്ക് ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന പ്രയോഗം എളുപ്പം മനസ്സിലാകും. ഇത് നൽകുന്നത് ഞാൻ ജീവൻ്റെ അടിസ്ഥാനമെന്ന സന്ദേശമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ ഉള്ളത്. യോഹന്നാൻ 6:68. നാം യേശുവിന് വേണ്ടിയും അവിടുത്തെ വചനത്തിനു വേണ്ടിയും ദാഹിക്കണം. പ്രലോഭനങ്ങളെ അതിജീവിക്കണം. യേശുവിൽ വസിക്കണം. 5. വസിക്കുക എന്നതാണ് നിത്യജീവനുള്ള ഏക ഉപാധി. വിശ്വസിക്കുക എന്നാൽ ഹൃദയം കൊടുക്കുക എന്നർത്ഥം. വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ ലഭ്യമാകുന്നത്. ജോൺ 6:48. വിശ്വസിക്കാത്തവർ ഭോഷന്മാരാണ്. ലൂക്ക 24:25. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭ്യമാകുന്നു. യോഹന്നാൻ 3:36. വിശ്വാസം എത്ര ദുർബലമായാലും കടുക് മണിയോളമുണ്ടെങ്കിൽ അത് നമ്മെ നിത്യജീവിതത്തിലേക്ക് എത്തിക്കും. യേശു കണ്ടതുപോലെ കാണാൻ, കേട്ടതുപോലെ കേൾക്കാൻ, മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ, ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ, പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് വിശ്വാസം. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. അതിന് വിശ്വാസമാകുന്ന നാവ് വേണം. സങ്കീർത്തനം 34:8. പനിയുള്ള ഒരാൾക്ക് നാവിന് രുചി കുറവാണെങ്കിലും നാവ് അദ്ദേഹത്തിന് നാവ് തന്നെയാണ്. 6. ജീവൻ്റെ അപ്പം ഏത് വിധം നിത്യരക്ഷ ഉറപ്പാക്കും? യോഗ്യതയോടെ പരിശുദ്ധ കുർബാന ഭക്ഷിക്കണമെന്നാണ് അപ്പസ്തോലനായ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 21 മുതൽ 29 പറയുന്നത്. നിത്യജീവിതത്തിന് യേശുവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം. പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. ഹൃദയശുദ്ധിയോടെ ജീവിക്കണം. മത്തായി 7:22 മുതൽ 23 വരെയും 5-ാം അധ്യായം 8 വചനങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഇതാണ്: പലരും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ യേശുവിന് അവരോട് പറയാനുള്ളതാണ്: നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും എന്ന് പറഞ്ഞാൽ ആമോസ് പ്രവാചകൻ പറയുന്നത് പോലെ നീതി ജലം പോലെ ഒഴുകുകയും സമാധാനം പറ്റാത്ത നീർച്ചാല് പോലെ രൂപപ്പെടുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ രൂപപ്പെടുക എന്നുള്ളതാണ് ഏറെ പ്രധാനം. നമുക്ക് ഈശോയുടെ ശരീരരക്തങ്ങളാൽ നിറയാൻ ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.